ഇന്ന് ഞാൻ പൂതക്കുഴിയെ വീണ്ടും ഓർത്തു. പൂതക്കുഴി എന്നുള്ള പേര് നിങ്ങൾക്ക് അപരിചിതമായിരിക്കാം. പക്ഷേ ഞങ്ങളുടെ ഗ്രാമത്തിൽ ഒരു കാലഘട്ടത്തിൽ എൻ്റെ ബാല്യപ്രായത്തിൽ ആയിരുന്ന എല്ലാവർക്കും സുപരിചിതമായിരുന്നു പൂതക്കുഴി എന്ന പേര്. അദ്ദേഹത്തിൻ്റെ പ്രത്യേകത വളഞ്ഞ ഒരു വ്യക്തി. അദ്ദേഹം പിടിച്ചിരിക്കുന്ന ഒരു വടി, ആ വടിക്ക് അദ്ദേഹത്തിൻ്റെ തലയ്ക്ക് മീതെ കുറേ ദൂരം കൂടെ ഉയർന്നു നിൽക്കാനായിട്ട് ഉണ്ടായിരുന്നു. പൂതക്കുഴി അതിൽ നടന്നു പോയപ്പോൾ പൂതക്കുഴി എങ്ങനെ ഇങ്ങനെയായി എന്നുള്ള ചോദ്യത്തിന് ഞങ്ങൾ കുട്ടികൾ അക്കാലത്ത് പരസ്പരം പറഞ്ഞു, പൂതക്കുഴിയെ പെരുമ്പാമ്പ് പിടിച്ചു. ഈറവട്ടം കാട്ടിപ്പോയപ്പോൾ പെരുമ്പാമ്പ് പിടിച്ച് ചുറ്റി. ആ സമയത്ത് അതിവഴി വന്നൊരു സായിപ്പ് തോക്കെടുത്ത് വെടിവെച്ച് ഈ പെരുമ്പാമ്പിനെ കൊന്നു. അങ്ങനെയാണ് പൂതക്കുഴി രക്ഷപ്പെട്ടത്. അന്ന് മുതൽ പൂതക്കുഴി വളഞ്ഞവനായി പോയി എന്ന് ഞങ്ങളൊരു കഥ ഉണ്ടാക്കി. കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ കുട്ടികളൊക്കെ പറയാൻ തുടങ്ങി, പൂതക്കുഴി പിള്ളേരെ പിടുത്തക്കാരനാണ് എന്ന് പറയാൻ തുടങ്ങി. ഞങ്ങളതെല്ലാം വിശ്വസിച്ചു. ഞങ്ങളെല്ലാവരും പൂതക്കുഴിയെ ഭയപ്പെട്ടു. കാലവേറെ ചെല്ലുന്നതിന് മുമ്പേ പൂതക്കുഴിയെ പിന്നീട് ഞങ്ങൾ കാണാതെയായി. പൂതക്കുഴി എപ്പോഴോ മരിച്ചിട്ടുണ്ടാകും. ഇന്ന് കൂനിയായ സ്ത്രീയെപ്പറ്റി വായിച്ചപ്പോൾ ആ വേദഭാഗം ലൂക്കോസ് സുവിശേഷം 13-ാമത്തെ അധ്യായം 10 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ വായിച്ചപ്പോൾ പൂതക്കുഴിയെ ഞാൻ വീണ്ടും ഓർത്തു. വളഞ്ഞുകൂടിയാകുന്ന മനുഷ്യൻ ഒരിക്കൽ പോലും നിവർന്നു കിടന്നിട്ടുണ്ടാവുകയില്ല. ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രയാസങ്ങളിലും ഒറ്റപ്പെട്ടു പോകുന്നതിനായി എപ്പോഴും മണ്ണിനെ നോക്കി നടന്ന ഒരു പാവപ്പെട്ട മനുഷ്യൻ. ഞങ്ങൾ പറഞ്ഞതെല്ലാം അദ്ദേഹം കേട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങളോട് പ്രതികരിക്കാതെ വേഗത്തിൽ നടന്നു പോകുന്ന ആ മനുഷ്യനെ ഞങ്ങൾ ഇപ്പോൾ ഓർക്കുകയാണ്. അപ്പോൾ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളിൽ നമ്മൾ എത്രമാത്രം കഷ്ടത അനുഭവിക്കുന്നോ അതിനനുസരിച്ച് നമ്മുടെ സങ്കടങ്ങൾ വർദ്ധിപ്പിക്കാനായിട്ട് ലോകം തുനിയുകയുള്ളൂ. നമ്മുടെ സങ്കടങ്ങൾ വർദ്ധിക്കുമ്പോൾ നമുക്ക് ആശ്വാസവും ആശ്രയവും യേശുനാഥൻ്റെ അരികിലാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 4-ാമത്തെ അധ്യായം 18-19 യെശയ്യായുടെ പ്രവചന പൂർത്തീകരണമാണ് താനെന്ന് ദൈവത്തിന് വെളിപ്പെടുത്തുന്നുണ്ട്. അവിടുന്ന് അരുളി ചെയ്യുന്നുണ്ട്, കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ബന്ധിതർക്ക് മോചനവും അന്തർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും കർത്താവിന് സ്വീകാര്യമായ വത്സരം പ്രഖ്യാപിക്കാൻ അവിടുന്ന് എന്നെ അയച്ചിരിക്കുന്നു. വേദോത്സവത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഈ സുവിശേഷം എന്ന് പറയുന്ന വിശക്കുന്നതിനെ സംബന്ധിച്ചുള്ള ഭക്ഷണമാണ് അവൻ്റെ സുവിശേഷം. വസ്ത്രമില്ലാത്തതിനെ സംബന്ധിച്ചോളം വസ്ത്രമാണ് അവൻ്റെ സുവിശേഷം. രോഗബാധിതനെ സംബന്ധിച്ചോളം രോഗശാന്തിയാണ് അവൻ്റെ സുവിശേഷം. സങ്കടപ്പെടുന്നതിനെ സംബന്ധിച്ചുള്ള ആനന്ദമാണ് അവൻ്റെ സുവിശേഷം. ഇതെല്ലാം നൽകാൻ തക്കവണ്ണം സുവിശേഷത്തിൻ്റെ വെളിപാടുകൾ നമ്മുടെ ജീവിതയാത്രയിൽ കൊളുത്തി വെക്കുവാൻ തക്കവണ്ണം നമ്മുടെ കർത്താവ് ഈ ഭൂമിയിൽ അവതരിച്ച് നന്മ ചെയ്തുകൊണ്ട് ചുറ്റി സഞ്ചരിച്ചു. കൂനിപ്പായ ഒരാൾക്ക് ആകാശം കാണുന്നതിനേക്കാൾ ഉയരങ്ങളിലേക്ക് കൈകൾ ഉയർത്തി ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ആകാശം കാണാൻ കഴിയാതെ പോകുന്ന പാവപ്പെട്ട മനുഷ്യനാണ് കൂന് പിടിച്ച ഒരു വ്യക്തി എന്നുള്ളത്. അദ്ദേഹത്തിന് ഉയരത്തിലേക്ക് ഉയരാനായിട്ട് കഴിയുന്നില്ല. ആ ഉയരത്തിലേക്ക് നിവർന്നു നിൽക്കാനായിട്ട് കഴിയില്ല. മറ്റുള്ളവരുടെ പാദങ്ങളെ നോക്കി മാത്രം നടന്നും ജീവിതയാത്രയിൽ മണ്ണിനെ നോക്കി ജീവിച്ച ഒരു പാവപ്പെട്ട സ്ത്രീയാണ്. അപ്പോൾ നമ്മുടെ ജീവിതയാത്രയിൽ മണ്ണിൽ ഇഴയുന്നവരായിട്ട് നമ്മൾ മാറുമ്പോൾ, ഒരു ഭാവനാതലത്തിൽ വരുമ്പോൾ മണ്ണിലിഴയുന്ന പുഴുക്കളായിട്ട് നമ്മൾ മാറുമ്പോൾ ഉന്നതത്തിൽ നിന്ന് വന്ന് നമ്മുടെ ആത്മാവിനെ പലപ്പോഴും നമുക്ക് തിരിച്ചറിയുവാനായിട്ട് കഴിയില്ല. കഷ്ടതയും പ്രതിസന്ധികളും വേദനകളും ഭാരങ്ങളും ഒക്കെയും നമ്മളിലെ ജഡിക മനുഷ്യനെ ഭാരപ്പെടുത്തുമ്പോൾ അതിനനുസരിച്ച് ജഡിക മനുഷ്യൻ നമ്മളിലെ ആത്മീയ മനുഷ്യൻ്റെ ശക്തിയെ കെടുത്തുവാനായിട്ട് നിരന്തരം ശ്രമിച്ചുകൊണ്ട് ഇരിക്കും. പക്ഷേ ഈ ജഡിക മനുഷ്യന് ഉപരിയായി ആത്മീയ മനുഷ്യനെ ഉയർത്തുവാൻ നമ്മുടെ കർത്താവ് ലോകത്ത് സൗഖ്യങ്ങൾ നൽകി, അനുഗ്രഹങ്ങൾ നൽകി. നമ്മുടെ കർത്താവിൻ്റെ ഇടതുവശത്ത് കുരിശിൽ കിടന്ന കള്ളൻ അത് ജഡിക മനുഷ്യൻ്റെ അന്വേഷണത്തിലേക്കാണ് അയാൾ കടന്നുപോയത്. വലതുവശത്തെ കള്ളനാകട്ടെ കുരിശിൻ്റെ വേദനയിൽ ജഡം പിടയുമ്പോൾ ആത്മാവ് ദൈവത്തിലേക്ക് ഉയർത്തി അയാൾക്ക് പർദീസായുടെ അവകാശിയാകാനായിട്ടും കഴിയുന്നതായിട്ട് വേദപുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നു. ഇവിടെ കർത്താവിൻ്റെ കരുണയ്ക്ക് മുമ്പിൽ താനൊരു ഓർമ്മയാകണം എന്ന് ആ മനുഷ്യൻ പ്രാർത്ഥിച്ചുവെങ്കിൽ അവിടെ കർത്താവ് അവനെയും കൊണ്ട് പർദീസായിലേക്ക് കയറുന്നു. പക്ഷേ ഈ പാവപ്പെട്ട സ്ത്രീക്ക് ആരെയും കാണാൻ കഴിയാതെ എല്ലാവരുടെയും പാദങ്ങൾ മാത്രം നോക്കി നടക്കുന്ന സ്ത്രീക്ക് നിവർന്നൊന്നു നിന്ന് കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കി എനിക്ക് ഇന്ന വേദനകളുണ്ട്, പ്രയാസമുണ്ട് എന്ന് പറയാൻ പോലും കഴിയാത്ത ഒരു വ്യക്തിയാണ്. ഈ ഒരു സമൂഹത്തിൽ ഉയർന്നു നിൽക്കുന്നവരുടെ ഇടയിൽ അവരുടെ പാദങ്ങൾ കണ്ട് ജീവിച്ച ആ പാവപ്പെട്ട സ്ത്രീയെ കർത്താവ് കണ്ടു. 18 വർഷമായിട്ട് സാത്താൻ്റെ ബന്ധനത്തിലായി ക്ലേശത്തിൻ്റെ അപ്പവും കഷ്ടതയുടെ ജലവും കുടിക്കുമ്പോൾ അവളുടെ ഗുരു അവളിൽ നിന്ന് മുഖം മറച്ചില്ല. അവൾക്ക് വേണ്ടതായ നല്ല ദാനം കൊടുത്തു. ഉയർന്നു നിൽക്കുന്ന ശിരസുകൾക്കിടയിൽ തമസ്കരിക്കപ്പെട്ട ഈ പാവപ്പെട്ട സ്ത്രീയെ കർത്താവ് കണ്ട് അവൾക്ക് വിമോചനത്തിൻ്റെ സദ്വാർത്ത ഏകി.
സമൂഹം പരിഹസിക്കുന്നവരെയും പാർശ്വവൽക്കരിക്കപ്പെടുന്നവരെയും പുറന്തള്ളപ്പെടുന്നവരെയൊക്കെയും അവർക്ക് വിമോചനം നൽകുന്നത് യേശുനാഥനാണ്. രോഗിയായി പോയെന്ന കാരണത്താൽ ശാരീരികമായും മാനസികമായും ആത്മീയമായി അടിച്ചമർത്തലിൽപ്പെട്ടവൾക്ക് അവിടുന്ന് വിമോചനമേകി അരുളി, സ്ത്രീയെ, നിന്റെ രോഗത്തിൽ നിന്ന് നീ വിമോചിക്കപ്പെട്ടിരിക്കുന്നു. അവൻ അവളുടെ മേൽ കൈകൾ വെച്ചു. ദൈവം തൊട്ടപ്പോൾ അവൾക്ക് എല്ലാ തലങ്ങളിലും ഉയരം കൂടി. ലൂക്കാ സുവിശേഷകൻ പറഞ്ഞു, അവൾ നിവർന്നു നിൽക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്തു. നമ്മുടെ ജീവിതയാത്രയിൽ ഒരുപക്ഷെ നമ്മൾ ദരിദ്രരായ മനുഷ്യരായിരിക്കാം. അതിൻ്റെ ഒരു കൂന് നമുക്ക് എല്ലായിടത്തും കാണും. വലിയ സമൂഹങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ നമുക്കറിയാതെ തന്നെ നമ്മളിലേക്ക് ഒരു അവർഷതാബോധം ഉടലെടുത്തേക്കാം. പലയിടത്തും നമ്മൾ പരിഹാസ്യരായിരിക്കാം. നമുക്കൊരു കൂനാണ് ആ സമയത്ത് എല്ലായിടത്തും. അതുപോലെ തന്നെ ഒരുപക്ഷെ നമുക്കൊരു ശ്രേഷ്ഠത അവകാശപ്പെടാനായിട്ട് ഒന്നും കാണില്ല. ഒരു സമൂഹത്തിൽ ചെന്ന് കഴിഞ്ഞാൽ പലരും നമ്മളെ ഒന്ന് നോക്കുക പോലും ചെയ്യാറില്ല, നമ്മളെ കണ്ട് സംസാരിക്കാറില്ല. അങ്ങനെ നമ്മൾ എപ്പോഴും അവിടെയും കൂനിപ്പോകുന്ന അവസ്ഥ വരുന്നു. ഈ സമയത്തൊക്കെ നമ്മൾ ഓർക്കേണ്ടതാണ്, മനുഷ്യൻ കൈകളിൽ ഉയർത്തി നിർത്തിയാൽ കുറേ കഴിയുമ്പോൾ അവന് കൈ കഴിക്കുമ്പോൾ താഴെയിടും. പക്ഷേ ദൈവമാകട്ടെ അവിടുന്ന് ഉയർത്തുന്നത് തൊഴിച്ചാണ് ഉയർത്തുന്നത്. തൊഴിച്ചുയർത്തിയാൽ അത് എവിടേക്ക് ഉയരുമെന്ന് പറയാൻ പറ്റില്ല. ശക്തനായവൻ്റെ തൊഴിക്ക് ബലമുണ്ട്. ആ ബലത്തിൽ ഉയരുമ്പോൾ ആ ബലം ഏറെ ശക്തമാണ്. ജീവിതത്തിൽ കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിൻ്റെ ജലവും കുടിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ആത്മാവിനെ ദൈവത്തിലേക്ക് ഉയർത്താം. നമ്മളായിരിക്കുന്ന അവസ്ഥയെ കണ്ടുകൊണ്ട് നമുക്ക് വിമോചനത്തിന് സദ്വാർത്ത നൽകുവാൻ നമ്മുടെ കർത്താവായ ഈശോ മിശിഹ ഈ ഭൂമിയിൽ അവതരിച്ചു. ആകാശത്തിന് കീഴെ ഭൂമിക്ക് മീതെ രക്ഷയ്ക്കായുള്ള ഏകനാമത്തെ, ധന്യനാമത്തെ നമുക്ക് വിളിച്ച് ആരാധനയോടുകൂടി ആയിരിക്കാം. കർത്താവെ, ഞങ്ങളുടെ തകർച്ചകളിൽ, വേദനകളിൽ, ഭാരങ്ങളിൽ നീ ഇറങ്ങി വന്ന് തരണമേ. നീ സർവ്വമർത്തിയുടെ ദൈവമായ കർത്താവാണ്. അങ്ങേക്ക് അസാധ്യമായിട്ട് ഒന്നുമില്ല. കരുണയെ ശരണപ്പെട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥനയെ അങ്ങ് കേൾക്കണമേ.